സിപിഎം ജനകീയ പ്രതിരോധ ജാഥ വേദിയിൽ ഇ.പി. ജയരാജനെത്തി. തൃശൂർ തെക്കിൻകാടാണ് ഇ.പി. ജയരാജൻ ജാഥയുടെ ഭാഗമാകുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, അവസാനം വിവാദങ്ങൾക്കൊടുവിൽ ഇ.പി. ജാഥയ്ക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ടോ? ജാഥയുടെ തൃശൂരിലെ പരിപാടി എപ്പോഴാണ് ആരംഭിക്കുന്നത്? മറ്റു വിവരങ്ങൾ കൂടി. അല്പസമയത്തിനകം തന്നെ പൊതുയോഗം തുടങ്ങും. ഇതോടുകൂടി വിവാദങ്ങൾക്ക് കൂടി അവസാനമാകുകയാണ്. ഈ ജാഥ തുടങ്ങിയതിനു ശേഷം കാസർഗോഡ് മുതൽ ഇതുവരെ പാലക്കാട് വരെയുള്ള ഒരു വേദികളിലും LDF കൺവീനർ കൂടിയായ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ പങ്കെടുത്തിരുന്നില്ല. ഇന്നാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ സമ്മർദ്ദപ്രകാരമോ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമോ അല്ല താൻ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ പങ്കെടുക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങൾ ചില പുകമറ സൃഷ്ടിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പങ്കെടുക്കുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. എന്തായാലും അല്പസമയത്തിനകം തന്നെ പൊതുയോഗം ആരംഭിക്കും. ഇപ്പോൾ ജാഥ അംഗങ്ങളായ M. സ്വരാജ്, CS സുജാത ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ജാഥ ക്യാപ്റ്റനായ സംസ്ഥാന സെക്രട്ടറി M. V. ഗോവിന്ദൻ അല്പസമയത്തിനകം എത്തും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇന്നത്തെ സമാപന യോഗമാണ് തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്നത്. 6 മണിയോടുകൂടി ജാഥ ക്യാപ്റ്റൻ കൂടി എത്തും. അതിനു മുമ്പ് ഇ.പി. ജയരാജൻ വേദിയിൽ സംസാരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതിനുള്ള അവസരം ജില്ലാ നേതൃത്വം ഈ വേദിയിൽ അദ്ദേഹത്തിന് നൽകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. സംസാരിക്കുമെന്ന് തന്നെയാണ് ഇ.പി. ജയരാജനും വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രസാദ, സ്വാഭാവികമായിട്ടും ജാഥാ വേദിയിലേക്ക് ഇ.പി. ജയരാജൻ എത്തുമ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന അത്രയും വിവാദങ്ങൾ അവസാനിക്കുകയാണോ? എന്തുകൊണ്ട് ഇന്ന് തന്നെ അദ്ദേഹം എത്തി? കഴിഞ്ഞ ദിവസം നമുക്ക് തന്നെ തന്ന ഇന്റർവ്യൂവിൽ തന്നെ അദ്ദേഹം ജാഥയിൽ പങ്കെടുക്കും എന്ന് ആ ചോദ്യത്തിനോട് അദ്ദേഹം ഉത്തരം നൽകിയത് ഏത് രീതിയിലാണെന്ന് നമ്മൾ കണ്ടതാണ്. പങ്കെടുക്കും എന്നോ പങ്കെടുക്കില്ല എന്നോ അദ്ദേഹം പറഞ്ഞിരുന്നില്ല. സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ സമ്മർദ്ദം, ഇത്രയും വലിയ വിവാദത്തിലേക്ക് ഇത് കൊണ്ടുപോകണ്ട എന്നുള്ള സമ്മർദ്ദത്തിലായിരിക്കുമോ ED ജാഥാവേദിയിലെത്തിയത്? തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് കരുതാൻ. കാരണം ഇന്നലെ പാലക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് M. V. ഗോവിന്ദനുമായി മാധ്യമങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഇ.പി. പങ്കെടുക്കും എന്നുള്ളതാണ്. ജാഥയുടെ ഈ പ്രതിരോധ ജാഥയുടെ തുടക്കത്തിൽ ഏറെക്കുറെ 5 മിനിറ്റോളം പാർട്ടിയിലെ തിരുത്തൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്കായിരുന്നു സംസ്ഥാന സെക്രട്ടറി ഊന്നൽ നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം തിരുത്തൽ പ്രക്രിയയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ ഇ.പി. ജയരാജൻ എന്തുകൊണ്ട് ജാഥയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന് അദ്ദേഹം നൽകിയ മറുപടി ഇതിൽ ഇ.പി. പങ്കെടുക്കും എന്ന് തന്നെയായിരുന്നു. ഇന്നലെ പറഞ്ഞതിന് തൊട്ടടുത്ത നിമിഷം തന്നെ ഇ.പി. ജയരാജൻ ഇന്ന് തൃശ്ശൂരിൽ യോഗത്തിൽ പങ്കെടുക്കുന്നു. പക്ഷേ ഇ.പി. ജയരാജൻ പറയുന്നത് അദ്ദേഹത്തിന് തൃശ്ശൂരുമായുള്ള ബന്ധം നേരത്തെ ഇവിടെ വിഭാഗീയതയെ തുടർന്ന് തൃശ്ശൂർ ജില്ലയിലെ ഘടകം പിരിച്ചുവിടുകയും ഇ.പി. ജയരാജൻ താൽക്കാലിക ജില്ലാ സെക്രട്ടറിയായി തുടരുകയും ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ലയുമായി വലിയ അടുപ്പം തനിക്കുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ജാഥയുടെ തൃശ്ശൂർ ജില്ലയിൽ ഈ ജാഥയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. അതല്ലാതെ പാർട്ടിയുടെ നിർദ്ദേശം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് ജാഥയിൽ പങ്കെടുക്കാൻ പാർട്ടി സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചു എന്ന ചോദ്യത്തിനൊന്നും മാധ്യമങ്ങളോട് അത് പറയാനാകില്ലെന്ന് മാത്രമേ ഇ.പി. മറുപടി പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ ജാഥയിൽ പങ്കെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ താല്പര്യമൊന്നും ആ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല. തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ജാഥയുടെ തുടക്കത്തിൽ സംസ്ഥാന ഉദ്ഘാടന സമ്മേളനത്തിൽ കാസർഗോഡ് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിലും പിന്നീട് ഇ.പി. ജയരാജന്റെ കൂടി അദ്ദേഹത്തിന്റെ ജില്ലയായ കണ്ണൂരും ഒന്നും തന്നെ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊരു ജില്ലകളിലും ഇതിനുശേഷം ഈ വിവാദം വലിയ തോതിൽ ചർച്ചയാവുകയും ഈ ജാഥയുടെ തന്നെ പ്രധാന കേന്ദ്രം ഇ.പി. ജയരാജൻ എന്തുകൊണ്ട് ഈ ജാഥയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ജാഥയ്ക്ക് വേണ്ടി വാർത്താ സമ്മേളനത്തിൽ പോലും ഒരു സമയം ഇ.പി. ജയരാജൻ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്നതിന് മറുപടി പറയേണ്ട ഒരു സാഹചര്യം കൂടി സംസ്ഥാന സെക്രട്ടറിക്ക് ഉണ്ടാകുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാകാം ഒരുപക്ഷെ ഇന്നലെ വളരെ കൃത്യമായി തന്നെ സംസ്ഥാന സെക്രട്ടറി ഇ.പി. പങ്കെടുക്കുമെന്നത് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ അതിനുശേഷമോ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെയോ അത്തരമൊരു ചർച്ച പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുണ്ടാകും. ഇങ്ങനെ വിവാദത്തിലേക്ക് ഒരു അസാന്നിധ്യം വിവാദത്തിലേക്ക് എന്തിനാണ് വലിച്ചഴക്കുന്നത്, അല്ലെങ്കിൽ ജാഥയിലെ ഏതെങ്കിലും ഘട്ടത്തിൽ പങ്കെടുക്കുക എന്നൊരു നിർദ്ദേശം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ടുകൂടിയാകാം അദ്ദേഹം ഇന്ന് വന്നിട്ടുണ്ടാവുക. പക്ഷെ അതൊന്നും തന്നെ ഇ.പി. ജയരാജൻ തന്നെ രാവിലെ പറഞ്ഞതുപോലെ തന്നെ പാർട്ടിക്കുള്ളിൽ നടന്ന ചർച്ചകളാണ്. അതൊന്നും ഒരുപക്ഷെ നേതൃത്വം പുറത്തു പറയില്ല എന്നുള്ളത് വളരെ വ്യക്തവുമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾക്ക് കൂടിയാണ് ഇന്നത്തെ തെക്കിൻകാട് മൈതാനിയിൽ ഇന്നലെ വരെ വാദിച്ചിരുന്ന കാര്യങ്ങൾ. പങ്കെടുത്തില്ലെങ്കിൽ എന്താണ് കുഴപ്പം? എല്ലാ ജാഥയിലും പാർട്ടി നടത്തുന്ന ജാഥയിൽ എല്ലാ പ്രവർത്തകർക്കും പങ്കെടുക്കാൻ സാധിക്കുമോ എന്ന് ഇ.പി. ചോദിച്ചതടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇന്നിപ്പോൾ വൈകുന്നേരം ഇ.പി. തെക്കിൻകാട് മൈതാനത്തെത്തിയപ്പോൾ മാറിയില്ലേ? ഇനി എന്തായിരിക്കും പാർട്ടി ഈ കാര്യത്തിൽ വിശദീകരിക്കുക എന്നാണ് കരുതുന്നത്?
തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ മനഃപൂർവ്വമായ ഒരു വിട്ടുനിൽക്കൽ ഉണ്ടായി എന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അത് പക്ഷേ ഈ ജാഥ കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന CPM-ന്റെ സംസ്ഥാന നേതൃയോഗങ്ങളെല്ലാം ആയിരിക്കാം ഇക്കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി കൂടിയാണ്, അതുകൊണ്ട് തന്നെ മേൽഘടകങ്ങളായിരിക്കാം ഇത്തരം കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുക. എന്തായാലും ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കേണ്ടിയിരുന്നില്ല എന്നൊരു പൊതുവിലയിരുത്തൽ CPM-ന്റെ നേതാക്കൾക്കെല്ലാം തന്നെ ഉണ്ട്. മുമ്പ് ഇതിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഒരുപക്ഷെ CPM-ന്റെ തന്നെ വളരെ മുതിർന്ന നേതാവായ VS അച്യുതാനന്ദൻ, അദ്ദേഹം അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ നടത്തിയ കേരള യാത്രയിൽ നിന്നും ഏറെക്കുറെ തുടക്കം മുതൽ അവസാനം തിരുവനന്തപുരത്താണ് അദ്ദേഹം പങ്കെടുത്തത്. പക്ഷേ അത് അന്ന് CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ ഉന്നതനായ ഒരു നേതാവാണ് VS. അത്തരമൊരു സാഹചര്യം എന്തായാലും ഈ ഒരു ഘട്ടത്തിലേക്ക് അത്രത്തോളം പോകേണ്ടിയിരുന്നില്ല. ഇങ്ങനെ ഒരു അസാന്നിധ്യം ചർച്ച ചെയ്ത് ഈ ജാഥയുടെ ഒരു ഉദ്ദേശത്തെ തന്നെ വഴിതിരിച്ചു വിടാവുന്ന തരത്തിൽ അതൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോകേണ്ടിയിരുന്ന സാഹചര്യം മാറ്റാമായിരുന്നു എന്നൊരു വിലയിരുത്തൽ CPM-ലെ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടുകൂടിയാകാം ഒരു പക്ഷേ അത്തരമൊരു ഇടപെടൽ നടക്കുകയും EP ജയരാജൻ ഇന്ന് തൃശൂരിൽ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഇനിയിപ്പോൾ ഒരു പൊതു ചർച്ച എന്നുള്ള രീതിയിൽ നിന്നും ഇത് മാറിക്കഴിഞ്ഞു. അതായത് ഇന്നത്തെ ഇതിൽ പങ്കെടുക്കുന്നതോടുകൂടി EP ജയരാജന്റെ അസാന്നിധ്യം ഇനി ചർച്ചയാകുന്ന ഒരവസരവുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിവാദം ഇവിടെ അവസാനിച്ചെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ഉൾപാർട്ടി ചർച്ചകൾ ഒരു ദിവസത്തെ ഈ ജാഥയ്ക്ക് ശേഷം തുടരാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. ശരി, നന്ദി പ്രസാദ്. വിവരങ്ങൾക്ക് EP ജയരാജൻ ജാഥ വേദിയിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹം അല്പസമയത്തിനകം സംസാരിക്കുമെന്നാണ് അറിയുന്നത്. ജനകീയ പ്രതിരോധ ജാഥ വേദിയിൽ തൃശൂരിൽ EP ജയരാജൻ പങ്കെടുക്കുന്നു. വേദിയിലിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ വിവാദമായിരുന്ന EP ജാഥയിൽ പങ്കെടുക്കാത്തത് വലിയ ചർച്ചയായിരുന്നു. ജാഥ തുടങ്ങിയതു മുതൽ കാസർഗോഡ് മുതൽ തൃശൂർ എത്തുന്നതുവരെ ഒരിക്കൽ പോലും ജാഥയിൽ EP പങ്കെടുത്തിരുന്നില്ല. എല്ലാവർക്കും ജാഥയിൽ പങ്കെടുക്കാൻ സാധിക്കില്ലല്ലോ എന്ന് ഇന്നലെ പറഞ്ഞ EP ആണ് ഇന്നിപ്പോൾ CPM-ന്റെ ജനകീയ പ്രതിരോധ ജാഥ വേദിയിൽ ഇരിക്കുന്നത്. അത് പാർട്ടി സെക്രട്ടേറിയറ്റ് സമ്മർദ്ദത്തിലല്ല ഇരിക്കുന്നത് എന്നും രാവിലെ EP പ്രതികരിച്ചിരുന്നു. പ്രസാദാണ് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരിച്ചെത്താം, ഇടവേള.